എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് SCRT ടെക്സ്റ്റ് ബുക്കിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലെ ആമുഖത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവസാനം ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗമായിരുന്നു. അവിടെ നമ്മൾ കൃത്യമായി എടുത്തു പഠിച്ചു പാർലമെന്ററി ഭരണ സംവിധാനം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ഇട്ട് പറയുന്നുണ്ടെന്നും പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും പാർലമെന്ററി ഭരണ സമ്പ്രദായം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാർലമെന്ററി സമ്പ്രദായത്തെ കുറിച്ചാണ്. അപ്പോൾ പാർലമെന്ററി സമ്പ്രദായത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് എന്ത് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധിയിലൂടെ അവരുൾപ്പെടുന്ന സഭയിലൂടെ അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ താങ്കളുടെ പ്രതിനിധിയുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം. അപ്പൊ ഇവിടെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രതിനിധികളെയും നമ്മൾ തെരഞ്ഞെടുക്കുന്നു. രാജ്യത്തിലെ ഓരോ പൗരന്മാരും തെരഞ്ഞെടുക്കുന്നു. എന്തു പ്രകാരം? പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുക്കുന്നത്, ഇലക്ഷൻ നടക്കുന്നതൊക്കെ. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നു. ഓരോ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുന്നു. പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്യുകയും അതുവഴി രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ താങ്കളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ആ ഒരു സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത് പാർലമെന്ററി സമ്പ്രദായം എന്ന് പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ പ്രതിനിധികളും കൂടി ചേർന്നിട്ട് ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. ആ സഭയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത്. ഈ ജനപ്രതിനിധി സഭയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ലോകസഭയുണ്ട്, അതേപോലെ തന്നെ രാജ്യസഭയുണ്ട്. അതേപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ നിയമസഭയുണ്ട്. അപ്പൊ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ പാർലമെന്റ് എന്ന് പറയുന്നു. ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും ചേരുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ നിയമസഭയാണുള്ളത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യയിലെ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റിനെ പോലെ സംസ്ഥാനങ്ങളിലുള്ളത് സംസ്ഥാന നിയമസഭകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പാർലമെന്റില് ഭൂരിപക്ഷമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പാർലമെന്റിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നമ്മുടെ പാർലമെന്റിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ആ ഒരു പദവിയിൽ തുടരാൻ പറ്റില്ല പിന്നീട്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന നിയമസഭയിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊന്നും അധികാരത്തിൽ തുടരാനാവില്ല എന്നാണ് ഒരു പോയിന്റ് തുറന്നു പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് USA-യും അതോടൊപ്പം തന്നെ ഫ്രാൻസും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ പാർലമെന്ററി സമ്പ്രദായത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനങ്ങൾ നേരിട്ട് ആരെ തെരഞ്ഞെടുക്കും? ഭരണത്തലവനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കും. ആ ഒരു സംവിധാനത്തെയാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ആര്? USA-യും അതോടൊപ്പം തന്നെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ജനങ്ങൾ നേരിട്ട്
ഭരണത്തലവനെ തെരഞ്ഞെടുക്കുക. നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളാണ് അവിടെ വോട്ടെടുപ്പിലൂടെ ആരെ തെരഞ്ഞെടുക്കുന്നത്? ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്നത്, നേരിട്ടല്ല. അതേ സമയത്ത് ഈ പറഞ്ഞ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും ഫ്രാൻസിലും ഒക്കെ എന്താണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ സവിശേഷത നമ്മൾ പരിചയപ്പെട്ടു. ഒന്നാമതായിട്ട് പറഞ്ഞത് പാർലമെന്ററി സമ്പ്രദായമാണ്. ആ പാർലമെന്ററി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് മൗലിക അവകാശങ്ങളാണ്. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പോൾ മൗലിക അവകാശം നമ്മുടെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുകയല്ല, മറിച്ച് SCRT-യിൽ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് എന്ത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ വിജയത്തിനും അതുപോലെ തന്നെ പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് എന്താണ്? നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് എന്താണ്? ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഓരോ പൗരന്മാർക്കും അവർക്ക് ലഭിക്കേണ്ട മൗലിക അവകാശങ്ങൾ ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. അതിന് ഇങ്ങനെ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ്? മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? നമ്മുടെ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ് ഇവിടെ പറയുന്നത്, നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആർക്കെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ആ പൗരന് നേരിട്ട് അങ്ങോട്ട് പോകാം. ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ പറ്റും. ഓരോ പൗരനും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് എങ്ങോട്ട് പോകാം? ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാവുന്നതാണ് മൗലികാവകാശങ്ങളെ തിരിച്ച് പിടിക്കാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരന്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ മൗലികാവകാശങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണത്താൽ കിട്ടാതെ വരികയാണെങ്കിൽ അത് തിരികെ ആ പൗരന് ലഭ്യമാക്കാൻ വേണ്ടി നമ്മുടെ ഓരോ പൗരന്മാർക്കും ഈ മൗലികാവകാശങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് എന്തെന്ന് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. ഇനി നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരം മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ 7 തരത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു. നിലവിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 6 മൗലികാവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. അത് ഏതെല്ലാമാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇങ്ങനെ 6 അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു. ഈ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കണം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇപ്പോൾ നമ്മൾ സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെ, മതസ്വാതന്ത്ര്യം, സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ ഭരണഘടനാ പരിഹാരം എന്നൊക്കെ ഓർത്തു വെച്ചാൽ മതി. ആ ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ആ ഒരു സെന്റൻസ് ആ ഓർഡറിൽ അങ്ങോട്ട് ഓർത്തു വെക്കുക. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെ, മതസ്വാതന്ത്ര്യം, സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ ഭരണഘടനാ പരിഹാരത്തിന്. അപ്പൊ ഇവിടെ നമ്മൾ 6 മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണെന്നാണ് പരിചയപ്പെട്ടത്. ആ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കണം. സമത്വത്തിനുള്ള അവകാശം, പിന്നെ നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൂന്നാമതായിട്ട് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് കഴിഞ്ഞാൽ പിന്നെ സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം, അത് കഴിഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം. ഇത്രയാണ് നമ്മുടെ ഭരണഘടനയിൽ നിലവിലുള്ള 6 മൗലികാവകാശങ്ങൾ. ഇവിടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്താണ് വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A ഈ പറഞ്ഞ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശമാണ്. അതിൽ ആർട്ടിക്കിൾ 21A എന്ത്?
PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ് ഈ പറയുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവകാശം. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നത് ഓരോ പൗരന്റെയും മൗലികാവകാശമാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A പറയുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എല്ലാ കുട്ടികൾക്കും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും യാതൊരു വിധത്തിലുള്ള വിവേചനവും കൂടാതെ ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ഒന്നാണ് ഇത് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം ചോദിച്ചാൽ സർവരും പഠിക്കുക, സർവരും വളരുക എന്നതാണ്. സർവശിക്ഷ അഭിയാൻ അതിന്റെ ആപ്തവാക്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക എന്നതാണ് സർവശിക്ഷ അഭിയാൻ എന്നതിന്റെ ആപ്തവാക്യം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ അടുത്ത സവിശേഷത മൗലിക കർത്തവ്യങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 51 അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയും. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും എന്താണ് പ്രതിപാദിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നത് മൗലിക അവകാശത്തിലൂടെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തിനേയും കുറിച്ചും പറയുന്നുണ്ട്? മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഗം 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ. അവിടെ മൊത്തം 11 മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ എത്ര മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെന്ന് വെച്ചാൽ 11 എണ്ണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുടക്കത്തിൽ 10 എണ്ണമായിരുന്നു. തുടക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 10 മൗലിക കർത്തവ്യങ്ങൾ എന്താണ് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. അതിനുശേഷം പിന്നീട് 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2002 11ാമത്തെ ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പൊ നിലവിൽ എത്ര എണ്ണമുണ്ട്? 11 എണ്ണമാണ് ഉള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. കൃത്യമായിട്ട് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ 11 എണ്ണവും ലിസ്റ്റ് ഇട്ട് പറയുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. തന്നിരിക്കുന്നതിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിലിവിടെ 51A എന്ന് പറയുന്നതിൽ പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക, നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആശയങ്ങളെയും ഭരണഘടനയുടെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും എന്താണ് ആദരിക്കുകയും ചെയ്യുക. അനുസരിക്കുക, ആദരിക്കുക. എന്തിനനുസരിക്കുക? ഭരണഘടനയെ അനുസരിക്കുക. അതിന്റെ ആശയങ്ങൾ, ഭരണഘടനയുടെ ആശയങ്ങൾ, സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ഒക്കെ എന്താണ് ആദരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും എന്താണ് ആദരിക്കുകയും ചെയ്യുക. ഇനി ഭരണഘടനയിൽ ഈ പറയുന്ന ഭാഗം 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിൾ 51A B പറയുന്നത്, രണ്ടാമതായിട്ട് പറയുന്ന മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ മൗലിക കർത്തവ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ കുറെ മഹനീയ ആദർശങ്ങളുണ്ട്. അതിനെ പരിപോഷിപ്പിക്കുകയും നാം അതെന്ത് ചെയ്യുക? പിന്തുടരുകയും ചെയ്യുക എന്നതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ച് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 എണ്ണം നമ്മൾ പഠിച്ചു. അതിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. രണ്ടാമത് നമ്മൾ പഠിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ എന്താണ് പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്?
ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്, മൗലിക കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് മൗലിക കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നാലാമതായിട്ട് ഇവിടെ പറയുന്നത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് നാലാമത് പറയുന്നത്. അപ്പൊ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അപ്പൊ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു, അനുസരിക്കുക, ആദരിക്കുക. എന്തനുസരിക്കുക? ഭരണഘടനയെ അനുസരിക്കുക. എന്താദരിക്കുക? ഭരണഘടനയുടെ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയൊക്കെ ആദരിക്കുക. രണ്ട് നമ്മൾ പരിചയപ്പെട്ടത് മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നാണ് പഠിച്ചത്. എന്ത് മഹനീയ ആദർശങ്ങളെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. എന്ത് നിലനിർത്തുക, എന്ത് സംരക്ഷിക്കുക? ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, ഒപ്പം എന്താണ്? ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങളൊക്കെ എന്താണ്? പരിത്യജിക്കുക. ഇതും എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്? മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. അതോടൊപ്പം തന്നെ അവിടെ കൃത്യമായി എടുത്തു പറയുന്നു, സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. ഇതെന്താണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അഞ്ചാമത്തെ മൗലിക കർത്തവ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ എന്താണ്? പരിത്യജിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്ത മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ എന്ത് ചെയ്യുക? വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് എന്താണ്? നമ്മുടെ മൗലിക കർത്തവ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ആറാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു. ഇനി ഏഴാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് എന്താണ്? കാരുണ്യം കാണിക്കുകയും ചെയ്യുക. അപ്പൊ പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾക്കൊള്ളുന്ന പ്രകൃതിയാ ഉള്ള നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മൗലിക കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തത് എട്ടാമതായി പരിചയപ്പെടുന്നത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്താണ്? വികസിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഒമ്പതാമതായിട്ട് പരിചയപ്പെടുന്നത് പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് ആക്രമണം എന്താണ്? ഉപേക്ഷിക്കുകയും ചെയ്യുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്വത്ത് സംരക്ഷിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശപഥം ചെയ്ത് ആക്രമണങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് ഒമ്പതാമതായിട്ട്. ഈ പത്താമതായിട്ട് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ
ഔന്നത്യത്തിന്റെ പാതയിൽ എന്താണ് മുന്നേറാൻ സഹായിക്കുക. ഇവിടെ പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളിലൊക്കെ മികവ് കാട്ടിയിട്ട് രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ എന്താണ് മുന്നേറാൻ സഹായിക്കുക. അതാണ് 10ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ഇനി അടുത്തിവിടെ പറയുന്നത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും മൗലിക കർത്തവ്യമാണ്. വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൗലിക കർത്തവ്യമാണ്. ഇത് 86ാമത്തെ ഭേദഗതിയിലൂടെ 2002 നമ്മുടെ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പോൾ നമ്മളിവിടെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ പരിചയപ്പെട്ടു. ഓരോന്നും ഒരിക്കൽ കൂടി ഒന്ന് റിവിഷൻ ചെയ്യാം. ഇത് SCERT കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് തന്നിട്ട് ഇത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നിലവിൽ നമ്മുടെ ഭരണഘടന എടുക്കുകയാണെങ്കിൽ 11 മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കാണാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടു, ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആശയങ്ങളും സ്ഥാപനങ്ങളുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഓർത്തിരിക്കുക, അനുസരിക്കുക, ആദരിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അപ്പൊ പരിപോഷിപ്പിക്കുക, പിന്തുടരുക എന്തിനാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ. അപ്പൊ പരിപോഷിക്കുക, പിന്തുടരുക എന്ന ആ ഒരു ടേം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ എന്താണ്? നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരം, അതോടൊപ്പം തന്നെ ഐക്യം, അഖണ്ഡത ഇത് നിലനിർത്തുന്നു, സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുന്നതാണ്. ഇനി നാലാമതായിട്ട് നമ്മൾ പഠിച്ചത് രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനമൊക്കെ അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അപ്പൊ കാത്തു സൂക്ഷിക്കുക, ദേശീയ സേവനം അനുഷ്ഠിക്കുക എന്ന് ഓർത്തിരിക്കുക. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ എന്താണ്? സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. അപ്പൊ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ എന്താണ്? പരിത്യജിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക, സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ എന്താണ്? പരിത്യജിക്കുക എന്നതാണ് അഞ്ചാമതായിട്ട് പരിചയപ്പെട്ടത്. ആറാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ എന്താണ്? വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അപ്പൊ പാരമ്പര്യത്തെ വിലമതിക്കുക, നിലനിർത്തുക. ഇത് നമ്മൾ പരിചയപ്പെട്ടത് ഏഴാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ഒപ്പം നമ്മൾ ജീവികളോട് എന്താണ്? കാരുണ്യം കാണിക്കുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാവുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് എന്ത് ചെയ്യുക? കാരുണ്യം കാണിക്കുകയും ചെയ്യുക. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കുക, ജീവികളോട് കാരുണ്യം കാണിക്കുക. ഇത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്. ഏഴാമതായിട്ട് നമ്മൾ പഠിച്ചു. ഇനി എട്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. അപ്പൊ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അടുത്തത് ഒമ്പതാമതായിട്ട് നമ്മൾ പറഞ്ഞത് പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് എന്ത് ചെയ്യുക? ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ പൊതുസ്വത്ത് സംരക്ഷിക്കുക, ആക്രമണമൊക്കെ ഉപേക്ഷിക്കുക. ഇനി അടുത്ത് നമ്മൾ പത്താമതായിട്ട് പരിചയപ്പെട്ടത് എല്ലാ മണ്ഡലങ്ങളിലും ഒക്കെ മികവ് കാട്ടിയിട്ട് രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ എന്ത് ചെയ്യുക? സഹായിക്കുക. ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ എന്താണ്? രാഷ്ട്രത്തെ സഹായിക്കുക. ഏറ്റവും അവസാനമായി നമ്മൾ പരിചയപ്പെട്ടത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം എന്ത് ചെയ്യുക? ഒരുക്കുക. അപ്പൊ ഇത് എന്താണ്? ഈ പറഞ്ഞ അവസാനമായിട്ട് ഈ പറയുന്ന 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് ഇതിലേക്ക് കൂട്ടിച്ചേർത്തതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്. നമുക്കറിയാം നമ്മളിവിടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അത് നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നിർദ്ദേശ തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇത്രയും കാര്യങ്ങൾ കൂടി ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി അറിഞ്ഞിരിക്കേണ്ടതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇവിടെ പരിചയപ്പെട്ട ഓരോ പോയിന്റുകളും പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ മൗലിക ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതുമായി ബന്ധപ്പെട്ട് ഓരോന്നും
കൃത്യമായിട്ടൊന്ന് മനസ്സിൽ കൊണ്ടുവരണം പരീക്ഷയ്ക്ക്. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.